ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും അതേ തുടർന്ന് ജന്തർ മന്ദറിൽ നടത്തിയ ഉപവാസ സമരവും പാർലമെൻറ്റിലേക്ക് നടത്തിയ മാർച്ചും പോലീസ് ലാത്തിചാർജും ഇതെല്ലാം കെട്ടടങ്ങിയിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആകാശ് ബാനർജി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്, ധ്രുവരതി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു യൂട്യൂബറുണ്ട്. ഇവരെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് പല വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. പല ആളുകൾ ഇത്തരം വീഡിയോകളുടെ അടിയിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ ലക്ഷ്യമിടുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയും പട്ടികയിലെ ആദ്യ ഇനം വീഡിയോ ക്രിയേറ്റർ സപ്പോർട്ടും മറ്റുള്ളവയുമാണ്. ഇതിൽ വീഡിയോ ക്രിയേറ്ററെ പിന്തുണച്ചുകൊണ്ട് 8585 കമന്റുകളാണുള്ളത്. ഇത് ആകെ കമന്റുകളുടെ 20.62%. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ എനിക്ക് കാണുവാൻ സാധിച്ചത് ഇത്തരത്തിൽ സാമൂഹിക വിഷയങ്ങളെ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പ്രശംസിച്ചുകൊണ്ടും അവരെ അഭിനന്ദിച്ചുകൊണ്ടും ഒക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ജനങ്ങളെ, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില അധ്യാപകരുണ്ട്. ഉദാഹരണത്തിന് ഖാൻ സാറ്, അഭിനവ് സാറ്, ഇവരെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും വളരെ കുറഞ്ഞ ഫീസ് അവരിൽ നിന്ന് ഈടാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഇവരെയും പ്രശംസിച്ചുകൊണ്ട് വളരെയധികം അഭിപ്രായ പ്രകടനങ്ങൾ കാണുവാൻ സാധിച്ചു. ഒരുപക്ഷെ ഇപ്പോഴുള്ള മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളെ ഗൗനിക്കാതിരിക്കുന്നത് കൊണ്ടാവാം കൂടുതലും ജനങ്ങൾ ഇത്തരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി ഇത്തരം വിഷയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ പ്രശംസ ഇവർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള നീറ്റ് പരീക്ഷ മാത്രമല്ല, UPSC പരീക്ഷ, CBSE പരീക്ഷ, ഇതിലുള്ള ക്രമക്കേടുകളെക്കുറിച്ചുമൊക്കെ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം അഭിപ്രായ പ്രകടനങ്ങൾ കാണുന്നു. ഭരണകൂട വിമർശനം 5445 കമന്റുകൾ. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. സോഷ്യലിസം വരും, കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പല അഭിപ്രായ പ്രകടനങ്ങളും കാണുന്നുണ്ട്. പ്രധാനമായും സർക്കാർ തലത്തിൽ നല്ല പിടിപാടുള്ളവരാണ് ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണമായതെന്ന് പറയുന്നു. പിന്നീട് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ആരോപണം ഇത്തരത്തിൽ ഈ കുറ്റകൃത്യം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാനോ അവരെ ഇതുവരെ ശിക്ഷിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അത് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു 13ഓളം പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CBI അന്വേഷണം ഏറ്റെടുത്തോടുകൂടി അവർ ഇത്തരത്തിൽ ചോദ്യപേപ്പർ മേടിച്ച ആളുകളിൽ നിന്ന് അന്വേഷണം തുടങ്ങി. അത് ആ ചോദ്യപേപ്പർ ആരുടെ കയ്യിൽ നിന്നാണ് ഇവർ മേടിച്ചതെന്ന് അന്വേഷിച്ച് അവരവിടെ നിന്ന് എങ്ങനെയാണ് മേടിച്ചത്, അങ്ങനെ ആ കണ്ണികളിലൂടെ നോക്കി ഒടുവിൽ അവർ കണ്ടെത്തിയത് ഒരു ചോദ്യപേപ്പർ നിർമ്മിക്കുന്നയാൾ അല്ലെങ്കിൽ ചോദ്യപേപ്പർ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു അധ്യാപകനിൽ നിന്നാണ് ഈ ചോർച്ച ഉണ്ടായിരിക്കുന്നതാണ്. ഈ അധ്യാപകൻ ചില കോച്ചിങ് സെൻറ്ററുകളിൽ പോയി അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ചോദ്യം പറഞ്ഞു കൊടുക്കുകയും മറ്റ് ചില ആളുകൾ ഈ അധ്യാപകനിൽ നിന്ന് നേരിട്ട് ഈ ചോദ്യപേപ്പർ വിലയ്ക്ക് വാങ്ങുകയും ഒക്കെ ചെയ്തു എന്നാണ് CBIയുടെ കണ്ടെത്തൽ. എന്റെ മുന്നിലിരിക്കുന്നവനെ നോക്കി ഞാൻ എഴുതി, എന്റെ നോക്കി എന്റെ പുറകിരിക്കുന്നവൻ എഴുതി. ഞാൻ നോക്കി എഴുതിയവനും എന്റെ നോക്കി എഴുതിയവനും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പൊട്ടി. വിദ്യാർത്ഥി, പൊതുജന, രാഷ്ട്രീയ പിന്തുണ 5594 കമന്റുകൾ. വിശദമായ വിശകലനം. പ്രധാനപ്പെട്ട വിഷയമായി എല്ലാവരും ഉയർത്തി കാണിക്കുന്നത് കുട്ടികളുടെ മാനസിക സംഘർഷവും നിരാശയുമാണ്. വർഷങ്ങളോളം അവർ കുടുംബത്തെയും കൂട്ടുകാരെയും വ്യക്തിജീവിതത്തെയും വിനോദങ്ങളെയും എല്ലാം മാറ്റിവെച്ച് പരീക്ഷയ്ക്കായി അവർ തയ്യാറെടുക്കുന്നു. പിന്നീട് പരീക്ഷ പേപ്പർ ചോരുകയും അവർ വീണ്ടും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യണമെന്നറിയുമ്പോൾ അവർ കടുത്ത മാനസിക സംഘർഷത്തിലാകുന്നു. പല കുട്ടികളുടെയും ആത്മഹത്യയെ പരാമർശിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ വെറും പരീക്ഷാവിവാദമല്ലെന്നും വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണെന്നും നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങളുടെ തെറ്റെന്താണ്, നീതി എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങളോടൊപ്പം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമൊക്കെയാണ് പലരും കുറിക്കുന്നത്. ഏകദേശം 6000-ഓളം പേരാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തല്ലിക്കോ, ഇനിയും തല്ലിക്കോ.
മാധ്യമങ്ങൾക്കും പൊതുജന വിമർശനങ്ങൾക്കുമായി 3889 കമന്റുകളുണ്ടായിരുന്നു. ഇത് ആകെ തുകയുടെ 9.34%. പലപ്പോഴും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്തു. അവർക്കൊരു അനുഭവമുണ്ടായി. പല പ്രാവശ്യം ചോദ്യപേപ്പർ ചോർച്ച നടന്നു. എന്നിരുന്നാലും പിന്നീടും അതേ രാഷ്ട്രീയ നേതൃത്വത്തിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ജനങ്ങൾ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെയോ ഒക്കെ അന്ധരായ ഭക്തരാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അത് പറയുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് എത്ര അനുഭവം ഉണ്ടായാലും ഞങ്ങൾ പഠിക്കില്ല, ഞങ്ങളെ എത്ര വേണേൽ തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, പക്ഷേ ഞങ്ങളെന്നാലും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും വോട്ട് ചെയ്യില്ല എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണമാകുന്നു. പിന്നെ വേറൊരു കാര്യം മറ്റു പല ആളുകളും പറയുന്നത് ഇത്തരം ഈ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ ജനങ്ങൾക്കാണ് ഇത്തരം സംഭവങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. കാരണം വോട്ട് ചെയ്യുമ്പോൾ മതമോ ജാതിയോ രാഷ്ട്രീയ അന്ധതയോ ഒന്നുമല്ല, മറിച്ച് മക്കളുടെ ഭാവി, വിദ്യാഭ്യാസം, തൊഴിൽ, നല്ല ഭരണം എന്നിവയ്ക്ക് മുൻഗണന നൽകി വോട്ട് ചെയ്യണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചോദ്യം ചെയ്യുകയും ജനങ്ങളുടെ ആശങ്കകൾ പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു പ്രധാന ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ നീറ്റ് പരീക്ഷാ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനങ്ങൾ ഉയരുന്നു. ഈ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും അവിടെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ വന്ന മുഖ്യധാരാ മാധ്യമങ്ങളാകട്ടെ ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധത്തെ കുറച്ച് കാണിക്കാനും അവരെ പരിഹസിക്കാനും ഒക്കെയാണ് നോക്കിയത്. എന്നാൽ പല യൂട്യൂബർമാരും അവിടെ വരികയും ആ പ്രതിഷേധങ്ങളെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും ചെയ്യാനും നോക്കി. അതിന് പ്രധാനപ്പെട്ട ഒരു നേതാവ് ഈയിടെ പറഞ്ഞതാണ്, അതായത് ഇത്തരം യൂട്യൂബർമാരെ എത്ര ആളുകൾ അവരുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് എന്നതിനനുസരിച്ചാണ് അവർക്ക് വരുമാനം കിട്ടുന്നത്. എന്നാൽ അതേസമയം ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഇന്ന് വിലയ്ക്ക് വാങ്ങപ്പെടുകയും അവർക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില അവരുടെ നേതാക്കളെ പീഡിപ്പിച്ച് നിർത്തുന്നതിലൂടെ മാത്രമേ അവർക്ക് വരുമാനം കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം മുഖ്യധാരാ മാധ്യമങ്ങൾ അവിടെ നിന്ന് ഒഴിവാകുന്നതെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ചോറിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? ഇല്ല. ഈ ഹോട്ടലിന് മുമ്പിലൊക്കെ മീൽസ് റെഡി എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. അപ്പൊ മീൽസ് എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പൊ ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്, ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്. അപ്പൊ ഉപ്മാവിന് എന്താ പറയും? പറമാശേ. റിഫോം ആൻഡ് ആന്റി സിസ്റ്റം സെന്റിമെന്റിന് 3102 കമന്റുകൾ ലഭിച്ചു. ഇത് ആകെ കമന്റുകളുടെ 7.45%. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തുമൊക്കെ സർക്കാരിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം. മെഡിക്കൽ പ്രൊഫഷനുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അതല്ലെങ്കിൽ മെഡിക്കൽ സീറ്റുകളുടെയൊക്കെ എണ്ണം ഗണ്യമായി കുറയുന്നതുകൊണ്ട് ഈ മത്സരത്തിൻ്റെ ആധിക്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെയൊക്കെ മാനസിക ആരോഗ്യമൊക്കെ അത് ബാധിക്കും. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയെ വിമർശിക്കുന്ന കമന്റുകൾ ഏകദേശം 1724 ആയിരുന്നു. ഇത് ആകെ കമന്റുകളുടെ ഏകദേശം 4.14%. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് 2017 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സ്ഥാപനമാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷ, റിക്രൂട്ട്മെൻറ്റ് പരീക്ഷ ഇതെല്ലാം നടത്തുക എന്നുള്ളതാണ് ഈ ഏജൻസിയുടെ ഉത്തരവാദിത്തം. നീറ്റ്, JEE മെയിന്, CUET, UGC തുടങ്ങിയ പരീക്ഷകളൊക്കെ ഈ NTA ആണ് നടത്തുന്നത്. ഇന്നിപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ നാഷണൽ തമാശ ഏജൻസി, നാഷണൽ ടൈം പാസ് ഏജൻസി, നെവർ ട്രസ്റ്റബിൾ ഏജൻസി എന്നൊക്കെയാണ് ആളുകൾ വിളിക്കുന്നത്. ഉത്തരസൂചിക ചോദ്യം ചെയ്യാൻ ഈടാക്കുന്ന ഉയർന്നതും തിരികെ ലഭിക്കാത്തതുമായ ഫീസ്, ആവർത്തിച്ചുണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ച ആരോപണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യക്കുറവ് എന്നിങ്ങനെയാണ് ഇതിനോടുള്ള പ്രധാനമായിട്ടും ഉള്ള വിമർശനം. അതുപോലെ സത്യസന്ധമായി പഠിക്കുന്ന സാധാരണ ഇടത്തരം കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ. തിരുമേനി, ഈ സാധു പ്രാണിക്ക് തീ പൊള്ളുന്ന പനിയാണ്. നമ്മുടെ ക്രോസിനാദി വടകം റെഡിയായോ? ക്രോസിനാദി വടകം റെഡിയായിക്കൊണ്ടിരിക്കണു. 6 നേരം വിഴുങ്ങാനുള്ളത് എടുത്തു കൊടുത്തോളൂ. അടിയൻ. ഇന്ത്യയിലെ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും കോച്ചിംഗ് വ്യവസായത്തെയും കുറിച്ചുള്ള വിമർശനങ്ങൾ ആകെ കമന്റുകളിൽ 1293 പേർ പങ്കുവച്ചു. ഇത് മൊത്തം കമന്റുകളുടെ 3.1%. കുറച്ചു നാൾക്ക് മുമ്പ് ദൃശ്യമാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയാണ്. അതായത് ഇന്ത്യയിലെ പല മാതാപിതാക്കളും ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തും ഒക്കെയാണ് കുട്ടികളെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറാക്കാനായിട്ട് കോച്ചിങ് സെൻ്ററുകളിലേക്ക് വിടുന്നത്. മിക്കവാറും ഒക്കെ വർഷത്തിൽ 2.5 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ ഒക്കെ കോച്ചിങ്
ക്ലാസ്സുകളിലേക്ക് ചിലവാകുന്നുണ്ട്. 2 വർഷത്തെ കോച്ചിങ്ങാണ് മിക്കവാറും നീറ്റ് പരീക്ഷകൾക്കോ അല്ലെങ്കിൽ മറ്റ് പരീക്ഷകൾക്കോ കോച്ചിങ് വേണ്ടി വരുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപയോളം ചിലവാക്കി കുട്ടികളെ അവർ കോച്ചിങ്ങിന് അയക്കുന്നു. പിന്നീട് ഇത്തരത്തിൽ കോച്ചിങ് എല്ലാം കഴിഞ്ഞ് കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ചോദ്യപേപ്പർ ലീക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കുമ്പോൾ മാതാപിതാക്കൾ നിരാശരാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തുമുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ഇത്തരത്തിൽ കുട്ടികൾ പരിശീലനം നേടിയ കുട്ടികളിൽ തന്നെ വളരെ ഒരു ചുരുക്കം ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ പ്രവേശനം ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നീറ്റ് പരീക്ഷ 22 ലക്ഷം കുട്ടികളോളമാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. അതിൽ തന്നെ 20,000-ഓ 30,000-ഓ പേർക്ക് മാത്രമാണ് രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുക. ഇത്തരത്തിൽ അവസരങ്ങൾ കുറയുന്നതും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അവസരങ്ങൾ കൂടുതലാവുകയും മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടുകയും നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുകയും ചെയ്യണമെന്ന് ഏകദേശം 2000-ഓളം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എക്സാം സെക്യൂരിറ്റി 5102 കമന്റുകൾ. 5102 കമന്റുകൾ. രാജ്യത്തെ പരീക്ഷാ സംവിധാനം കുറച്ചുകൂടെ സമഗ്രമായിട്ട് പരിഷ്കരിക്കണം എന്നുള്ള ആവശ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പരീക്ഷാ സുരക്ഷ ശക്തിപ്പെടുത്താനായിട്ട് ചോദ്യപേപ്പറുകൾ ഈ സ്വകാര്യ അച്ചടിശാലകൾക്ക് കൊടുക്കുന്നതിന് പകരം സർക്കാർ പ്രസ്സുകളിൽ വേണം അച്ചടിക്കാൻ. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും സുരക്ഷിതമായിട്ടുള്ള സർക്കാർ പ്രിൻറ്റിംഗ് സംവിധാനവും കർശന മേൽനോട്ട സംവിധാനവും ഉണ്ടാകണം. ചോദ്യപേപ്പർ തയ്യാറാക്കലും വിതരണവും അവസാന നിമിഷത്തോടെ കൂടുതൽ അടുപ്പിച്ച് നടത്തണം. കാരണം ഇപ്പം 1 മാസം മുന്നേ പരീക്ഷ നടത്തുന്നതിന് ഇപ്പോൾ 1 മാസം മുന്നേ ചോദ്യപേപ്പർ അടിച്ചു വിട്ടാൽ അത് ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടത്തേ ഉള്ളൂ. അതുപോലെ ബദർ ചോദ്യപേപ്പർ തയ്യാറാക്കി സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. പരീക്ഷാ സംവിധാനത്തെക്കുറിച്ചുള്ള ആൾക്കാരുടെ വിശ്വാസക്ഷയം വളരെ കൂടുതലാണ്. ചോദ്യപേപ്പർ അച്ചടിക്കുന്ന ഘട്ടം മുതൽ അതിൻ്റെ വിതരണം വരെ സൈനിക നിലവാരത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്തണമെന്നും ചോർച്ചയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള അച്ചടിശാലകളും ഇടനിലക്കാരും ഉൾപ്പെടെ എല്ലാവർക്കുമെതിരെ മാതൃകാപരമായ കർശന ശിക്ഷയും സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികളും സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ പലപ്പോഴും വിദ്യാർത്ഥികളുടെ ബട്ടണുകളും മാലകളും ഒക്കെ ഊരി പരിശോധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ മാത്രം കർശനത കാണിച്ച് എന്നാൽ യഥാർത്ഥ ചോദ്യപേപ്പറിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കാര്യമാണുള്ളത്? ചിലർ സ്വന്തം സ്കൂൾ, ബോർഡ്, പോളിടെക്നിക് പരീക്ഷകളിൽ പോലും ഇതിലും നല്ല സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയുന്നു. പരീക്ഷ ആശ്രയിച്ച് ജീവിതം നഷ്ടപ്പെടുന്നവരെ അവരുടെ കുടുംബങ്ങളുടെ നഷ്ടത്തിന് കേന്ദ്ര സർക്കാർ മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും അഭിപ്രായപ്പെടുന്നു. നാട് വിടാനോ? സാധാരണ നാടല്ല ദാസ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ. ലോഞ്ച് കയറി ഗൾഫിൽ പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ. പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്. 10ാമത്തെ കാര്യം ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നതാണ്. ഏകദേശം 541 പേർ ഈ അഭിപ്രായം പങ്കുവച്ചു. ഇത് ആകെ അഭിപ്രായങ്ങളുടെ 1.3%. പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇന്ത്യയിൽ കഴിവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളുകൾ എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നു? കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പണത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെ ബലത്തിൽ ചിലർ മുന്നിലെത്തുന്നത് കാണുമ്പോൾ നിരാശ തോന്നുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കഴിവും ആത്മാർത്ഥതയുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കും പോകാൻ ആഗ്രഹിക്കുന്നുള്ള കാരണങ്ങളിൽ ഒന്നായി ഇത്തരം സംഭവങ്ങളെയും പലരും ചൂണ്ടിക്കാണിക്കുന്നു. ചൈനയിലെ പരീക്ഷാ സമ്പ്രദായത്തെക്കുറിച്ച് കേട്ട ഒരു അറിവാണ്. അവിടെ അവർ പൂർണ്ണമായും കോച്ചിങ് സെൻറ്ററുകൾ നിരോധിച്ചിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാവാം അവിടുത്തെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കോച്ചിങ് സെൻറ്ററുകൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുണ്ടാകുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ചോദ്യപേപ്പർ ചോർത്തുന്നവരെയും ഒക്കെ ശിക്ഷയ്ക്ക് അതികഠിനമായിട്ടുള്ള ശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത്. 28 ലക്ഷം രൂപ കൊടുത്താണ് ഇത്തരത്തിൽ ചോർത്തിയ ചോദ്യപേപ്പർ പല ആളുകളും മേടിച്ചത്. ഇങ്ങനെ 28 ലക്ഷം രൂപ മുടക്കി ചോദ്യപേപ്പർ വാങ്ങിക്കുന്നതിന് നല്ലത് വിദേശ രാജ്യങ്ങളിലെ ഏതെങ്കിലും സർവകലാശാലയിൽ പോയി അവിടുത്തെ പ്രവേശനം നേടി അവിടെ പഠനം പൂർത്തിയാക്കി തിരിച്ചു വരുന്നതാണ് നല്ലതെന്ന് മറ്റു പലരും അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഇത്തരം ചോദ്യപേപ്പർ ചോരുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ആ തരത്തിൽ പഠിച്ചു വരുന്ന ഡോക്ടർമാർ നാളെ ചികിത്സിച്ചാൽ എന്താവും എന്ന് ചോദിക്കുന്നു. പട്ടികയിലെ അവസാന ഇനം പ്രതിപക്ഷ പരാജയമാണ്. ഇതിൽ ആകെ 178 കമന്റുകളാണുള്ളത്. ഇത് 0.43%.